നീതയുടെ കാര്യങ്ങൾ ഇപ്പോൾ വൃദ്ധാവിലായിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. നീത കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു തൻ്റെ സഹോദരിക്ക്. ഇങ്ങനെയുള്ള പ്രണയങ്ങളൊന്നും ഇപ്പോൾ വേണ്ട അഭിമോളെ. നീ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് പയ്യെ ശരിയാക്കിയെടുക്കാം എന്നാണ് ചേച്ചിക്ക് പറയാനുള്ളത്. നീ ദയവ് ചെയ്ത് ചേച്ചി പറയുന്നത് കേൾക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ശരിയായ ദിശയിലല്ല പോകുന്നത്. നീ പഠിക്കേണ്ട കാര്യം ചെയ്യുകയാണ് വേണ്ടത്. ഇതോടെ അബി ഇതേപ്പറ്റി ആലോചിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് അവിടേക്ക് അപ്രതീക്ഷിതമായി മീനാക്ഷി കയറി വരുന്നത്. മാത്രവുമല്ല, മീനാക്ഷി ഈ രംഗം കണ്ടതിനെ തുടർന്ന് തെറ്റിദ്ധരിക്കുകയാണ് നീതയെ. അബിയുടെ പിന്നാലെ നടക്കുന്ന ആ പയ്യനെ പ്രോത്സാഹിപ്പിക്കുന്നത് നീതയാണ് എന്നും നീത ഇപ്പോൾ സുഹൃത്തായി വന്ന് വിശ്വാസം പിടിച്ചു പറ്റി അവനെ സഹായിക്കുകയാണ് എന്നും വിചാരിക്കുന്ന മീനാക്ഷി വന്ന പാടെ മുഖത്തടിച്ചിരിക്കുകയാണ് നീതയുടെ. അപ്രതീക്ഷിതമായ മീനാക്ഷിയുടെ അടികൊണ്ട് നീതയാകെ ഞെട്ടിപ്പോകുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് നീത പ്രതീക്ഷിച്ചതല്ല. എടി, നിന്നെ ഞാൻ വിശ്വസിച്ചു പോയി. മറ്റാരേക്കാളും കൂടുതൽ നീ എൻ്റെ മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിന്നെപ്പോലെയുള്ളവളെ വിശ്വസിക്കരുത് എന്നുള്ള കാര്യം എൻ്റെ ഭർത്താവ് പറഞ്ഞതാണ്. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. അദ്ദേഹത്തെ പോലും തള്ളിക്കളഞ്ഞിട്ടാണ് ഞാൻ നിൻ്റെ കൂടെ നിൽക്കാനുള്ള തീരുമാനമെടുത്തത്. പക്ഷേ ഇപ്പോൾ നീ പ്രൂവ് ചെയ്തു ഞാൻ തെറ്റാണ് എന്ന്. ഞാനെടുത്ത തീരുമാനം വലിയ ബ്ലണ്ടറാണ് എന്ന്. പക്ഷേ എൻ്റെ മകളുടെ ജീവിതം തകരാതെ നോക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അതിന് ഞാൻ എന്തും ചെയ്യും. അതിൽ ഒരു മാറ്റവും ഇല്ല. ഇത് ഞാൻ ഉറപ്പിച്ച് എടുത്ത തീരുമാനമാണ്. എടി, നീ ഇനി എൻ്റെ കൺമുന്നിൽ വന്നു പോകരുത്. എൻ്റെ മകളുടെയും എൻ്റെയും കുടുംബം തകർക്കാൻ വന്നിരിക്കുന്നു. അബി, ഇങ്ങ് വാടി എന്ന് പറഞ്ഞ് പോകുകയാണ്. പക്ഷേ അടികൊണ്ട നീതയ്ക്ക് ഇപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. എന്തിനാണ് ഇപ്പോൾ തന്നെ തല്ലിയത്? താൻ എന്ത് തെറ്റാണ് ചെയ്തത്? മുതലായ ചോദ്യങ്ങളാണ് അവളുടെ മുന്നിൽ ബാക്കിയാകുന്നത്. മീനാക്ഷി തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സത്യങ്ങൾ മീനാക്ഷിയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഒന്നും മനസ്സിലാകുന്നില്ല. കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീർ ഒറ്റി വീഴുകയാണ്. ഇതെല്ലാം തിരിഞ്ഞു നോക്കി കാണുന്ന മീനാക്ഷിയാകട്ടെ, ഇനി നീ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലീസിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കും, ആ കാര്യം നീ മറക്കണ്ട എന്നുള്ള ഭീഷണി കൂടി മുന്നിലേക്ക് വെച്ച് അബിയെ കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. അബിക്കാണെങ്കിൽ മീനാക്ഷിയുടെ ദേഷ്യം കണ്ടതിനെ തുടർന്ന് ഒന്നും തന്നെ പറയാൻ തോന്നുന്നുമില്ല. അവളാകെ മരവിച്ചു പോയിരുന്നു എന്നതാണ് സത്യം. പക്ഷേ ഇതേ തുടർന്ന് അടികൊണ്ട നീത തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇതിനിടയിൽ വീട്ടിലേക്ക് തിരികെ പോകുന്ന മീനാക്ഷി അബിയോട്, എടി, നീ ഇനി മുതൽ എല്ലാ കണക്ഷൻസും ആ നീതയുമായുള്ള പെങ്കൊച്ചുമായി ഉപേക്ഷിച്ചിരിക്കണം. അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനി അവളുമായി ഒരു കണക്ഷനും വേണ്ട. അവളെ കോണ്ടാക്റ്റ് പോലും നീ ചെയ്തേക്കരുത്. അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നേ? ഡി, നീ മിണ്ടി പോകരുത്. നിന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി.
ഈ കാര്യം അച്ഛനറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി അറിയാമല്ലോ. നിൻ്റെ ഈ പഠിപ്പില്ലേ, അതങ്ങ് നിന്നു പോവും. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ആരോടും ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ നിൻ്റെ അച്ഛന് ഇപ്പോൾ ആ നീതയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോഴാണ് അവളുടെ ഇങ്ങനെയൊരു പ്രവൃത്തി. എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിവാരിയിട്ട് അവൾക്ക് കളിക്കാൻ പറ്റി. അത് ഞാൻ സമ്മതിച്ചു തരികയാണ്. അവൾക്കറിയാം എല്ലാവരെയും എങ്ങനെയാണ് കയ്യിലെടുക്കേണ്ടത് എന്ന്. കൊള്ളാം അവൾ. ഈ കാര്യം ഞാൻ മറക്കില്ല. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തിരിക്കണം. ഇതുകൂടി കേട്ടതോടെ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അഭിമോൾ. ഓണം വരുന്നതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഒരു കോൺടെസ്റ്റ് ഈ ചാനലിൽ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 5 പേർക്ക്, വിജയിക്കുന്ന 5 പേർക്ക് ഓണത്തിന് സമ്മാനം കൊടുക്കുന്നതാണ്. മാത്രവുമല്ല, ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണ്. ഓണം എന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നതാണ്. ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന മീനാക്ഷി അബിയെ മുറിയിലിട്ട് അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും അവിടെ ബഹളം കേട്ട് വരികയാണ് ജയപ്രകാശിൻ്റെ അച്ഛൻ. എന്താ കാര്യം മോളെ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇവൾ ഓരോ കൂട്ടുകെട്ടിൽ വന്ന് ചാടുകയും ചെയ്ത് പിന്നീട് ബുദ്ധിമുട്ട് മുഴുവൻ എനിക്കാ ഉണ്ടാകുന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? ഒന്നുമില്ല. ഇപ്പോൾ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണ്ട എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു കാര്യം ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി. ഇത് കേട്ടതോടെ ആകെ കൺഫ്യൂഷനിലായി നിൽക്കുകയാണ് ജയപ്രകാശിൻ്റെ അച്ഛൻ. ഇതിനിടയിൽ തിരികെ വീട്ടിലേക്ക് എത്തുന്ന നീത ഒന്നും മിണ്ടാതെ റൂമിൽ പോയി ഇരുന്ന് കരയുകയാണ്. ഇത് കാണാനിടയാകുന്ന ഹേമ അവിടേക്ക് വരുന്നു. നീത മോളെ, എന്തു പറ്റി? ഒന്നുമില്ല ആൻറ്റി, ഞാൻ വെറുതെ കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ. ഇല്ല, നീ കാര്യം പറ. എന്താ സംഭവിച്ചത്? എന്താ നിനക്കിത്ര വിഷമം എന്ന് പറഞ്ഞ് മുഖത്തേക്ക് നോക്കുമ്പോഴാണ് മുഖത്ത് ചുവന്ന് കിടക്കുന്ന പാട് കാണുന്നത്. അയ്യോ നീതമോളെ, എന്താ ഇത്? എന്താ മുഖത്ത് പറ്റിയത്? ആരാ നിന്നെ തല്ലിയത്? കാര്യം പറ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ആൻറ്റിയാ പറയുന്നത്. ഇനി ഈ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. നമുക്ക് ഈ ചെയ്തവരെ വെറുതെ വിടരുത്. ഇല്ല ആൻറ്റി, സാരമില്ല. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകട്ടെ. ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെങ്ങനെ ശരിയാകും മോളെ? മോളെ തല്ലിയിട്ട് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ മോള് പറയുന്നത്? ആൻറ്റി, കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഞാനാകെ തകർന്നിരിക്കുകയാണ്. മോളെ, നിൻ്റെ കൂടെ ഞാനുണ്ട്. എന്താ ഉണ്ടായത് എന്ന് പറ. ഇതോടെ ഹേമയെ കെട്ടിപ്പിടിക്കുകയാണ് നീത. പൊട്ടിക്കരയുകയും ചെയ്തതോടെ കാര്യം കുറച്ച് സീരിയസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അവർ ആശ്വസിപ്പിക്കുകയാണ് നീതയെ. സാരമില്ല മോളെ, എന്ത് പ്രശ്നമുണ്ടായാലും ആൻറ്റിയോട് പറ, ആൻറ്റി കൂടെ നിൽക്കും. അത് ആൻറ്റി നിനക്ക് നൽകുന്ന ഉറപ്പാണ്. നമ്മൾ എന്തിനാണ് പേടിക്കുന്നതും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതും? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നീ ഇവിടെ നിന്ന് പോയപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നല്ലോ. പിന്നെ എന്തുപറ്റി? എന്നെ മീനാക്ഷി ആൻറ്റി തല്ലി. എന്ത്? മീനാക്ഷിയോ? എന്തിന്?
എന്താ അതിൻ്റെ കാരണം? അത് കൊള്ളാമല്ലോ. ഇത് നമുക്ക് ചോദിക്കുക തന്നെ വേണം. വേണ്ട ആൻറ്റി, അതിനി വലിയൊരു പ്രശ്നമാക്കി മാറ്റണ്ട. ഈ പ്രശ്നങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എടി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, നമുക്ക് പരിഹാരം കണ്ടെത്താം. ഞങ്ങളൊക്കെ ഇല്ലേ. ഞാൻ അഭിമോളെ ശല്യം ചെയ്യുന്ന ചക്കനെ വിരട്ടുകയായിരുന്നു. പക്ഷേ അവിടേക്ക് കയറി വന്ന മീനാക്ഷി ആൻറ്റി എന്നെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. ഞാനാണ് അവരുടെ റിലേഷൻഷിപ്പിന് സപ്പോർട്ട് നൽകുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ തല്ലുകയായിരുന്നു. ഒരിക്കലും എന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതാണ് എന്നെ തളർത്തി കളഞ്ഞത്. ആൻറ്റി തല്ലിയതിൽ എനിക്ക് വേദനയൊന്നും എടുത്തില്ല. പക്ഷേ ആൻറ്റിയുടെ വാക്കുകളാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചത്. മോളെ, നീ പേടിക്കാതിരിക്കെ, ഞങ്ങളുണ്ട് കൂടെ. നിന്നെ ഇപ്പോൾ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവർ തിരിച്ചറിയും. നിന്നോട് ക്ഷമ പറയുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ എനിക്കുറപ്പുണ്ട്. മോള് വിഷമിക്കല്ലേ, ഞങ്ങൾ നിന്റെ കൂടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് ഹേമ ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ. ഇതേ സമയം കാര്യങ്ങൾ ജയപ്രകാശ് അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമല്ലോ എന്ന് ആലോചിക്കുകയാണ് മീനാക്ഷി. ശേ, ഇതിപ്പോൾ എന്തു ചെയ്യും? കറക്റ്റ് കാര്യങ്ങളെല്ലാം ജയപ്രകാശ് പറഞ്ഞതുപോലെ സംഭവിക്കുകയാണല്ലോ. അവളെ വിശ്വസിച്ചത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. ഞാൻ വിചാരിച്ചത് അവൾ നല്ലൊരു പെൺകുട്ടിയായിരിക്കുമെന്നാ. പക്ഷേ ചിരിച്ചു കാണിച്ച് എല്ലാവരെയും പറ്റിക്കുന്നവളാണ് അവൾ. അവളുടെ തന്ത്രത്തിൽ ഇനി വീണു പോകരുത്, അതാണ് എനിക്കും നല്ലത് എന്ന് ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് മുന്നിലേക്ക് ഇപ്പോൾ അഭിമോൾ കടന്നു വരുന്നത്. എന്താ നീ ഇപ്പം ഇവിടേക്ക് വന്നേ? അമ്മ ചെയ്തത് ശരിയായില്ല. ഞാൻ എന്ത് ചെയ്തത് ശരിയായില്ല എന്നാ നീ പറയുന്നത്? നീ പറ, കേൾക്കട്ടെ ഞാൻ. അമ്മ കാര്യങ്ങൾ അറിയാതെയാണ് നീതയെ തല്ലിയത്. എന്ത് കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന്? ഞാൻ നേരിട്ട് കണ്ടതാ, എൻ്റെ കൺമുന്നിൽ, എൻ്റെ കണ്ണുകൊണ്ട്. അതിൽ കൂടുതൽ എന്താ ഇനി അവിടെ ഉണ്ടായിരുന്നത്? അമ്മ കണ്ടു എന്ന് പറഞ്ഞത് തെറ്റായ കാര്യമാണ്. അമ്മയ്ക്ക് ഒന്നും തന്നെ അവിടെ നടന്നത് മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. എന്ത് മനസ്സിലായിട്ടില്ലെന്ന്? അവനും കൂടി നിൻ്റെ മുന്നിൽ വന്നു നിന്നതും നിങ്ങളെ അവൾ ഉപയോഗിക്കുന്നതും എനിക്ക് മനസ്സിലായിട്ടില്ലെന്നോ? ഞാനും ഈ പ്രായം കടന്ന് തന്നെയാ ഇവിടേക്ക് വന്നിട്ടുള്ളത് അബി. നിനക്കറിയില്ല അവളുടെ മനസ്സിലിരിപ്പ്. അവൾ പഠിച്ച കള്ളി തന്നെയാ. അതുകൊണ്ട് തന്നെയാണ് നിന്നെയൊക്കെ അവൾ ട്രാപ്പിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നത്. അല്ല അമ്മ, അങ്ങനെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്. എന്നോട് ഇങ്ങനെയൊരു ബന്ധം വേണ്ട എന്ന് പറയുകയായിരുന്നു നീത. ഇപ്പോൾ പഠിപ്പിൽ ശ്രദ്ധിക്കണമെന്നും വീട്ടിലുള്ള അച്ഛനും അമ്മയും പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ എന്നുമാണ് എന്നോട് അവിടെ വെച്ച് നീത പറഞ്ഞത്. ഇത് കേട്ട് അടികൊണ്ട പോലെ നിൽക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി. എന്ത്? എനിക്ക് തെറ്റുപറ്റിയോ? ആകെ അനങ്ങാൻ പോലും സാധിക്കാതെ മീനാക്ഷി നിൽക്കുകയാണ്. എന്നോട് ഈ റിലേഷൻ മുന്നിലേക്ക് കൊണ്ടുപോകരുത് എന്നും ആ പയ്യനോട് ഇനിയൊരിക്കലും എന്നെ ശല്യം ചെയ്യാൻ നിൽക്കരുത് എന്നുമുള്ള വാണിംഗ് ആണ് നൽകിയത്. അതെല്ലാം കേട്ട് ഞാൻ നിൽക്കുമ്പോഴാണ് അമ്മ അവിടേക്ക് കടന്നു വന്നതും നീതയെ തല്ലിയതും. സത്യത്തിൽ നീത ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഇതോടെ മീനാക്ഷിയാകെ തകർന്നിരിക്കുകയാണ്. എന്താ മോളെ, നീ ഇതെന്നോട് നേരത്തെ പറയാഞ്ഞേ? നീ അതെന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു വലിയ തെറ്റിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമായിരുന്നല്ലോ. അമ്മ അതിന് എനിക്ക് എവിടെയാണ് ഒരു ചാൻസ് തന്നത്? വരുകയും തല്ലുകയുമല്ലേ ചെയ്തത്. ഒരു വാക്കുപോലും ചോദിച്ചുമില്ല. ശരിയാണ്, ഞാൻ ഈ ചെയ്ത തെറ്റിന്
അവളെ കണ്ട് മാപ്പ് പറയുക തന്നെ വേണം. മീനാക്ഷി ഉറപ്പിക്കുകയാണ് ഇപ്പോൾ. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.